നമസ്കാരം. ഹോർമോസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന എല്ലാ എണ്ണക്കപ്പലുകൾക്കും വാണിജ്യ വാഹനങ്ങൾക്കും കടുത്ത മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്ത് വന്നു. ഇറാൻ അധികൃതർ അനുമതി നൽകിയ പാതകളിലൂടെ മാത്രമേ കപ്പലുകൾ സഞ്ചരിക്കാവൂ എന്നും നിർദ്ദേശം ലംഘിച്ചാൽ ശക്തമായ സൈനിക നടപടി നേരിടേണ്ടി വരുമെന്നും ഇറാൻ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ AP ഉദ്ധരിച്ച് NDTV പ്രോഫിറ്റാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. ഫെബ്രുവരി ആദ്യം നടന്ന യുദ്ധത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ കൊല്ലപ്പെട്ട മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ ഔദ്യോഗിക വിലാപയാത്രയ്ക്കായി രാജ്യം ഒരുങ്ങുന്നതിനിടയിലാണ് ഇറാന്റെ ഭാഗത്തുനിന്ന് ഈ നിർണായക നീക്കം ഉണ്ടായിരിക്കുന്നത്. ഇറാന്റെ ഖാത്തം അൽ അൻബിയ മിലിറ്ററി കമാൻഡ് പുറപ്പെടുവിച്ച ഈ മുന്നറിയിപ്പ് രാജ്യത്തെ ഔദ്യോഗിക മാധ്യമങ്ങൾ വഴിയാണ് പുറത്തുവിട്ടത്. തങ്ങളുടെ അധീനതയിലുള്ള ജലാതിർത്തിയിൽ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് എന്ത് തരത്തിലുള്ള ഇടപെടലുണ്ടായാലും അതിന് അതിവേഗത്തിലും ശക്തമായും തിരിച്ചടി നൽകുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പേർഷ്യൻ ഗൾഫിന്റെ പ്രവേശന കവാടമായ ഹോർമോസ് കടലിടുക്ക് ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകളിൽ ഇക്കാലത്തും ഏറ്റവും തന്ത്രപ്രധാനമായ ഒന്നാണ്. ലോകത്തിലെ ആകെ എണ്ണ വിതരണത്തിന്റെ ഏകദേശം 20% വൻതോതിലുള്ള ദ്രവീകൃത പ്രകൃതിവാതകവും കടന്നുപോകുന്നത് അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള ഈ ഹോർമോസ് കടലിടുക്കിലൂടെയാണ്. അതിനാൽ തന്നെ ഈ പാതയിലുണ്ടാകുന്ന നേരിയ തടസ്സങ്ങൾ പോലും ആഗോള എണ്ണവിലയെയും ഊർജ സുരക്ഷയെയും ഉടനടി ബാധിക്കാറുണ്ട്. മേഖലയിലെ സമാധാനത്തിനായി അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചകൾ സജീവമായി നടക്കുന്നുണ്ടെങ്കിലും ഹോർമോസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം ആര് നിയന്ത്രിക്കണം എന്നതിനെ ചൊല്ലി തർക്കങ്ങൾ നിലനിൽക്കുകയാണ്. ഈ കടലിടുക്കിലൂടെയുള്ള കപ്പലുകൾ തങ്ങൾ നിർദ്ദേശിക്കുന്ന പാതകളിലൂടെ മാത്രമേ സഞ്ചരിക്കാവൂ എന്ന് ടെഹ്റാൻ വാശി പിടിക്കുമ്പോൾ ഇത് അന്താരാഷ്ട്ര ജലാതിർത്തിയാണെന്നും ഇവിടെ സ്വതന്ത്രമായ കപ്പൽ ഗതാഗതം അനുവദിക്കണമെന്നാണ് അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും നിലപാട്. ഇറാന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെടുകയോ നിശ്ചയിച്ചിട്ടുള്ള പാതകളിൽ നിന്ന് വ്യതിചലിക്കുകയോ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ നാവിക പ്രോട്ടോകോളുകൾ അവഗണിക്കുകയോ ചെയ്യുന്ന കപ്പലുകൾക്കെതിരെ സായുധ സേനയുടെ ഭാഗത്തുനിന്ന് അടിയന്തരവും ശക്തവുമായ പ്രതികരണമുണ്ടാകും. ഇത് ലംഘിക്കുന്ന കപ്പലുകളുടെ സുരക്ഷ അപകടത്തിലാക്കും എന്ന് ഇറാൻ സൈനിക നേതൃത്വം പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുകയും ചെയ്തു. ഈ തന്ത്രപ്രധാനമായ ജലപാതയിലെ വാണിജ്യ കപ്പൽ ഗതാഗതത്തെ ബാധിക്കുന്ന ഏതൊരു തരത്തിലുള്ള സൈനിക നീക്കവും ആഗോള എണ്ണ വിപണിയിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഊർജ വിപണിയിലെ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. പ്രത്യേകിച്ച് ക്രൂഡ് ഓയിൽ ഇറക്കുമതിയെ വലിയ തോതിൽ ആശ്രയിക്കുന്ന ഏഷ്യൻ രാജ്യങ്ങളടക്കമുള്ള പ്രമുഖ സമ്പദ് വ്യവസ്ഥകളെ ഇത് സാരമായി തന്നെ ബാധിച്ചേക്കാം. ഇറാൻ അമേരിക്ക സംഘർഷം നിലവിൽ അതിരൂക്ഷമായി തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടന്ന ആക്രമണങ്ങൾക്ക് പിന്നാലെ മേഖലയിൽ ഇരുവിഭാഗങ്ങളും തമ്മിൽ വ്യോമാക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള ശക്തമായ പ്രത്യാക്രമണങ്ങൾ നടത്തിയിരുന്നു. ഇതേ തുടർന്നാണ് ഹോർമോസ് കടലിടുക്കിലെ സ്ഥിതിഗതികൾ മുൻപെങ്ങുമില്ലാത്ത വിധം വഷളായത്.